ഹലോ എവ്രി വൺ, ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് വെൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അമേരിക്കൻ പോയട്രിയിലെ ബ്ലോക്ക് 5-ലുള്ള ആൻ സെക്സ്റ്റൻ്റെ ആഫ്റ്റർ ആസ്വിറ്റ്സ് എന്നുള്ള ഈ ഒരു പോയമും അതുപോലെ തന്നെ എലിസബത്ത് ബിഷപ്സിൻ്റെ എ സമ്മേഴ്സ് ഡ്രീം എന്നുള്ള രണ്ട് പോയംസുമാണ്. സോ ഫസ്റ്റ് നമുക്ക് ആൻ സെക്സ്റ്റൻ്റെ ആഫ്റ്റർ ആസ്വിറ്റ്സ് എന്നുള്ള ഈ ഒരു പോയം ഡിസ്കസ് ചെയ്യാം. സോ ആൻ സെക്സ്റ്റൺ ഒരു അമേരിക്കൻ കവയത്രിയാണ്. അവരുടെ കവിതകളൊക്കെ കൂടുതലായിട്ടും വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസ്, അതുപോലെ തന്നെ ആത്മീയത, വ്യക്തിപരമായിട്ടുള്ള പെയിനുകൾ, വേദനകൾ ഒക്കെയാണ് കൂടുതലായിട്ടും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അവരുടെ പോയിറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ സിൽവിയ പ്ലാത്തിൻ്റെ പോയം പോലെ ഒരു കൺഫെഷണൽ പോയട്രി എന്ന ഒരു കാറ്റഗറിയിലാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. കാരണം ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ലേ കൺഫെഷണൽ പോയട്രി എന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ തുറന്നു പറയുന്ന രീതിയിലുള്ള റൈറ്റിങ്സ്. ഓക്കെ, ദെൻ സെക്സ്റ്റൻ്റെ അവർ സൂയിസൈഡ് ചെയ്തിട്ടാണ് മരണപ്പെട്ടിട്ടുള്ളത്. അതുവരെ അത് ചെയ്യുന്നത് വരെയുള്ള പ്രോബ്ലംസും കാര്യങ്ങളും മനോരോഗങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് അവരുടെ പോയംസ് നമുക്ക് കൂടുതലായിട്ടും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ദെൻ നമുക്ക് പോയത്തിലേക്ക് പോകാം. ടൈറ്റിൽ എന്ന് പറയുന്നത് ആഫ്റ്റർ ആസ്വിറ്റ്സ് എന്ന പോയമാണ്. സോ ഈ ഒരു പോയത്തിൻ്റെ ഹെഡിങ് ആയിട്ടുള്ള ഔസ്വിറ്റ്സ് എന്നുള്ളത് ഒരു രണ്ടാം ലോക മഹായുദ്ധത്തിൽ നാസി ജർമ്മനി അതുപോലെ തന്നെ നാസി ജർമ്മനി പ്രവർത്തിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു നാസി മരണ ക്യാമ്പാണ് ഔസ്വിറ്റ്സ് എന്നുള്ള ഈ ഒരു ക്യാമ്പ് എന്ന് പറയുന്നത്. സോ ഇതൊരു മരണ ക്യാമ്പാണ് എന്നാണ് ഈ ഒരു പോയറ്റ് പറയുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ, അതായത് പ്രത്യേകിച്ച് യഹൂദന്മാരാണ് ഇവിടെ കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. യഹൂദന്മാർ ഒരുപാട് ആളുകൾ ആ ഒരു ക്യാമ്പിൽ വെച്ചിട്ട് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു കവിത എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു അവരുടെ ഈ ഒരു ആ ഒരു ഔസ്വിറ്റ്സ് എന്നുള്ള ആ ഒരു ക്യാമ്പിൽ ഒരുപാട് ജൂതരായിട്ടുള്ള ആളുകളെ മരണപ്പെട്ടതിന് ശേഷമുള്ള ഒരു വികാര പ്രകടനമായിട്ടാണ് ഈ ഒരു പോയം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അതിന് ശേഷമുള്ള സങ്കടങ്ങൾ, രോക്ഷം ഒക്കെ ദൈവത്തിനോടുള്ള ഒരു പ്രതിഷേധമൊക്കെയാണ് നമുക്ക് ഈ ഒരു പോയത്തിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. സോ ഈ ഒരു പോയറ്റ് പറയുന്നത് ആ ഒരു ഔസ്വിറ്റ്സ് എന്നുള്ള ആ ഒരു ക്യാമ്പിലെ ക്രൂരത ഓർക്കാണ്. എന്നിട്ട് പോയറ്റ് ചോദിക്കുകയാണ്, മനുഷ്യർക്ക് ഇത്രയും ക്രൂരരാവാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് പോയറ്റ് പറയാണ് അവർക്ക് ആ ഒരു പോയറ്റിന് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഒക്കെ ആലോചിക്കുന്ന സമയത്ത് വളരെയധികം വെറുപ്പ് തോന്നുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്നിട്ട് പോയറ്റ് ഐ നീഡ് ടു ഹേറ്റ് എന്ന് ആവർത്തിച്ച് ഈ ഒരു പോയറ്റിൽ പറയുന്നുണ്ട്. കാരണം ഈ ഒരു വെറുപ്പില്ലെങ്കിൽ നീതി ഉണ്ടാവില്ല എന്നാണ് പോയറ്റ് പറയുന്നത്. ഇത്തരത്തിലുള്ള വെറുപ്പുകൾ ആളുകൾക്ക് ഉണ്ടെങ്കിലാണ് ഈ ഒരു നീതിക്ക് വേണ്ടിയിട്ട്, അവരോടുള്ള മരിച്ച ആളുകളുടെ നീതിക്ക് വേണ്ടിയിട്ട് പോരാടും. സോ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വെറുപ്പ് ഇല്ലെങ്കിൽ നീതി ഉണ്ടാവില്ല എന്നാണ് പോയറ്റ് പറയുന്നത്. എന്നിട്ട് പോയറ്റ് ദൈവത്തിന് ചോദ്യം ചെയ്യാണ്. ഈ അനീതി നടക്കുന്ന സമയത്തൊക്കെ ദൈവം എവിടെയാണ്, ദൈവത്തിൻ്റെ കണ്ണ് തുറക്കുന്നില്ലേ എന്നാണ് പോയറ്റ് ചോദിക്കുന്നത്. സോ ഈ ഒരു പോയത്തിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് മനുഷ്യൻ്റെ ക്രൂരതയ്ക്കെതിരെയുള്ള ഒരു വികാര പ്രകടനമാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ആൻ സെക്സ്റ്റൺ ഒരു ഉത്തരവാദിത്വം ചോദിക്കുകയാണ്. നമ്മളിത് വീണ്ടും നടക്കാൻ അനുവദിക്കുമോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും ഉണ്ടാവാൻ നമ്മൾ അനുവദിക്കുമെന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു പോയം അവസാനിപ്പിക്കുന്നത്. സോ അന്നത്തെ കാലത്ത് ജർമ്മനി ഭരിക്കുന്ന സമയത്ത്, ഹിറ്റ്ലറൊക്കെ ഭരിക്കുന്ന സമയത്ത് ഒരു നാസിസ്റ്റ് രീതിയിലുള്ള ഭരണങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ജൂതന്മാരാണ് ഇതിൽ കൂടുതലായിട്ടും ഇരകളായിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാമ്പിൽ, ഔസ്വിറ്റ്സ് എന്നുള്ള ഈ ഒരു ക്യാമ്പിൽ ഒരുപാട് ജൂതരായിട്ടുള്ള കുട്ടികളായാലും സ്ത്രീകളായാലും പ്രായമുള്ളവരായാലും ഒക്കെ ഒരുപാട് ആളുകൾ ഈ ഒരു ക്യാമ്പിൽ പല രീതിയിൽ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പല രീതിയിലുള്ള ഒരു ക്രൂരമായിട്ടുള്ള രീതിയിൽ ഒരുപാട് ആളുകളെ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സോ അതിന് ശേഷം ഉണ്ടായിട്ടുള്ള പോയറ്റിൻ്റെ ഒരു വികാരപ്രകടനമാണ് ഈ ഒരു പോയറ്റിലൂടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. സോ ഇതിൽ പോയറ്റ് ദൈവത്തിനോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ദൈവം എവിടെയാണ്, ദൈവത്തിൻ്റെ കണ്ണ് തുറക്കുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഈ ആളുകൾക്കൊക്കെ നീതി വേണം. സോ നീതി ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഇതിനോടൊരു ഇതിനോടുള്ള ദേഷ്യം ഉണ്ടായാലേ നീതി ഇവർക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ് പോയറ്റ് പറയുന്നത്.
ദെൻ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എലിസബത്ത് ബിഷപ്പിൻ്റെ സമ്മർ സ്ട്രീം എന്നുള്ള ഈ ഒരു പോയമാണ്. എലിസബത്ത് ബിഷപ്പ് എന്ന് പറയുന്നത് ഒരു പ്രശസ്തയായിട്ടുള്ള ഒരു അമേരിക്കൻ കവയത്രിയാണ്. അവർ എഴുതിയിട്ടുള്ള കവിതകൾ കൂടുതലായിട്ടും വളരെയധികം പ്യുവറായിട്ടുള്ള ലാംഗ്വേജാണ്, ശുദ്ധമായിട്ടുള്ള ഭാഷയാണ്. അതുപോലെ തന്നെ സൂക്ഷ്മമായിട്ടുള്ള വിവരണങ്ങൾ, അതുപോലെ തന്നെ മനസ്സിലുള്ള ആഴമേറിയ ചിന്തകൾ എന്നിവയൊക്കെ കുറിച്ചിട്ടാണ് പോയറ്റ് ഈ ഒരു പോയം എഴുതിയിട്ടുണ്ടായിരുന്നത്. ബിഷപ്പിൻ്റെ കവിതകളൊക്കെ കൂടുതലായിട്ടും അനുഭവങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ നിരീക്ഷണങ്ങൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് പോയറ്റ് കവിതകൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ അവരുടെ പോയംസിനൊക്കെ വളരെയധികം സിമ്പിളായിട്ടുള്ള പോയം ആണെങ്കിൽ കൂടെ വളരെയധികം ഡെപ്തുള്ള ആഴമുള്ള നമുക്ക് ചിന്തിക്കാൻ മാത്രം കണ്ടൻറ്റുകളുള്ള പോയംസാണ് കൂടുതലായിട്ടും ഇവരുടെ പോയംസൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സോ ദെൻ നെക്സ്റ്റ് നമുക്ക് ഇവരുടെ പോയത്തിലേക്ക് കിടക്കാം, എ സമ്മേഴ്സ് ഡ്രീം. സോ ഈ ഒരു പോയം എന്ന് പറയുന്നത് പോയത്തിൻ്റെ ഒരു ഡ്രീമിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു പോയമാണ്. ഈ ഒരു പോയം എന്ന് പറയുന്നത് ഒരു ഓർമ്മ, പോയത്തിൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു മെമ്മറി ആസ്പദമാക്കിയിട്ടാണ്. എന്നിട്ട് പോയിട്ട് പറയാണ് അതൊരു സമ്മറിലുള്ള ഒരു ഈവനിങ് ടൈമായിരുന്നു, സന്ധ്യാസമയമായിരുന്നു. അത് പോയത്തിൻ്റെ കുട്ടിക്കാലത്തുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ആ ഒരു സമ്മർ സമയത്തുള്ള ആ ഒരു സന്ധ്യാസമയത്ത് പോയിട്ട് ഒരു സ്വപ്നം കാണുകയാണ്. എന്നിട്ട് പോയിട്ട് പറയാണ്, സന്ധ്യ എന്ന് പറയുന്നത് വളരെയധികം ശാന്തമായിട്ടുള്ളൊരു ടൈമാണല്ലോ. എന്നിട്ട് പോയിട്ട് പറയാണ് അതെൻ്റെ കുട്ടിക്കാലത്തുള്ള ഒരു സന്ധ്യാസമയമായിരുന്നു. ആ ഒരു സമയത്ത് ഞാനൊരു സ്വപ്നം കാണുകയാണ്. ആ ഒരു സ്വപ്നത്തിലുള്ള ആ ഒരു സന്ധ്യ എന്ന് പറയുന്നത് ക്വയറ്റായിട്ടുള്ള നിശബ്ദമായിട്ടുള്ള ഒരു ശാന്തമായിട്ടുള്ള ഒരു സന്ധ്യ ആയിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ ഒരു സന്ധ്യാസമയത്ത് എൻ്റെ വീടിൻ്റെ ഉള്ളിലൊക്കെ വളരെയധികം ശാന്തതയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ആ ഒരു ശാന്തത എന്ന് പറയുന്നത് ഒരു സമാധാനമുള്ള ഒരു ശാന്തതയല്ല. ആ ഒരു ശാന്തതയിൽ എനിക്ക് വലിയ രീതിയിലുള്ളൊരു ഭീതി അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഭയം അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് പോയിട്ട് പറയുന്നത്. സോ എന്നിട്ട് പോയിട്ട് പറയാണ് ഈ ഒരു ശാന്തത എന്ന് പറയുന്നത് മേ ബി നമ്മുടെ ലൈഫിലൊക്കെ ഉണ്ടാവുന്ന ഒരു വളരെയധികം ഒരു നമ്മൾ ഭീതിപ്പെടുത്തുന്ന എന്നാൽ ശാന്തമായിട്ടുള്ള ഒരു ഭീതിപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷനാണ്. ഒരു ലൈഫിൽ നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു ഘട്ടത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത് എന്നാണ് പോയിട്ട് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ലൈഫിലൊക്കെ നമ്മൾ പല രീതിയിലുള്ള അനുഭവങ്ങൾ നമ്മൾ തേടി വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ വളരെയധികം ശാന്തമായിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും, പക്ഷേ നമുക്ക് ആ ഒരു ശാന്തതയിൽ നമുക്ക് വളരെയധികം വലിയ രീതിയിലുള്ളൊരു ഭീതി അനുഭവപ്പെടും. സോ ഈ ഒരു പോയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ശാന്തതയുടെ മറവിൽ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ഭയത്തെ, ഭീതിയെയാണ് കാണിക്കുന്നത്. സോ നമുക്ക് ആ ഒരു പോയിൻ്റ് ഓഫ് ടൈമിലുള്ള ആ ഒരു കാലഘട്ടത്തിലുള്ള ഭരണത്തെയും ആ ഒരു ഭരണത്തിലൂടെ ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള ഭീതിയെയൊക്കെയാണ് നമുക്ക് ഈ ഒരു പോയത്തിലൂടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. സോ ഈ ഒരു ഡ്രീം, ഈ ഒരു സമ്മറിലുണ്ടായ ഈ ഒരു പോയറ്റിൻ്റെ ഈ ഒരു ഡ്രീം എന്ന് പറയുന്നത് സന്ധ്യാസമയത്തുള്ളൊരു നിശബ്ദത. പക്ഷേ വീടിൻ്റെ ഉള്ളൊക്കെ ക്വയറ്റായിട്ടാണ് കാണുന്നത്. ആ വീട്ടിൽ ആരും ഇല്ല, ഫുൾ ശാന്തമാണ്. പക്ഷേ ആ ഒരു ശാന്തമായ സമയത്തും പോയറ്റിന് വളരെ വലിയ രീതിയിലുള്ളൊരു ഭീതി അനുഭവപ്പെടുകയാണ്. ആ ഒരു ശാന്തമായിട്ടുള്ള ഒരു ഭയം തോന്നുകയാണ്. സോ നമ്മുടെ ലൈഫിലുണ്ടാവുന്ന ചില സിറ്റുവേഷനെ ഓർമ്മപ്പെടുത്താണ്. സോ നമുക്ക് ചിലപ്പം വളരെ ക്വയറ്റായിരിക്കും, പക്ഷെ നമ്മുടെ മനസ്സിൽ വലിയ രീതിയിലുള്ള ഒരു ഭയം ഉണ്ടാവുന്ന സിറ്റുവേഷൻ, അതിനെയാണ് നമുക്ക് ഈ ഒരു പോയിട്ട് കാണിച്ചു തരുന്നത്. സോ ഐ ഹോപ്പ് ഇറ്റ്സ് വെരി ക്ലിയർ. ഇത്രയാണ് നമുക്ക് ഈ ഒരു പോയത്തിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു.